हरि ओम्। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति. ഹരി ഓം. നാളെ കുറച്ച് പണിത്തിരക്കുണ്ട്. തിരക്കല്ല, വേറൊരു പ്രോഗ്രാം ഉണ്ട്. അത് കാരണം ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. റെക്കോർഡിങ് തോന്നുന്നതല്ല, പറ്റില്ല. വൈകുന്നേരവും തിരിച്ചു വരാൻ. അപ്പം ഇനി വൈകുന്നേരം ലേറ്റ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് നാളത്തെ ക്ലാസ് അഡ്വാൻസ് ചെയ്ത് ഇന്ന് തന്നെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നാളത്തെ ക്ലാസ്സായിട്ട് നിന്ന് കൂട്ടാം. 13ാമത്തെ ക്ലാസ്സാണ് നമ്മൾ, 13th ക്ലാസ്. നമുക്ക് തുടങ്ങാം. പാർത്ഥായ പ്രതിബോധിതം ഭഗവദാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. താൻ താനേ വിജയന്നു വേണ്ടി ഭഗവാൻ നാരായണൻ ചൊന്നതാം വ്യാസൻ മാമുനി ഭാരതത്തിനിടയിൽ കൂട്ടിപ്പിണച്ചുള്ളതാം അദ്വൈതാമൃതതൂകുമാറു 18 അധ്യായമൊത്തുള്ളതാം ഗീതേ ദേവി ഭവാപഹേ ഭവതിയെ വീണ്ടും സ്മരിക്കുന്നു ഞാൻ. ഇത് 13ാമത്തെ ക്ലാസ്സാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം അധ്യായത്തിലെ 5ാമത്തെയും 8ാമത്തെയും ശ്ലോകമാണ് നമ്മൾ എടുത്തത്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ എന്നുള്ള 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ശ്ലോകം കഴിഞ്ഞ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ശ്ലോകം തോന്നുന്നു നമ്പർ ഒന്ന് നോക്കിക്കോട്ടെ, 17ാമത്തെ ശ്ലോകമാണ്. 6ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. ആ ശ്ലോകം നമുക്കൊന്ന് ചെല്ലാം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇതാണ് ശ്ലോകം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇതിൻ്റെ താല്പര്യം പറയണമെന്നുണ്ടെങ്കിൽ, വളരെ മിതമായ ആഹാരവിഹാരങ്ങളോടുകൂടിയവൻ, കർത്തവ്യകർമ്മങ്ങളിൽ നിയത ചേഷ്ടയോടുകൂടിയവൻ, നിയതമായ നിദ്രയോടും ജാഗ്രത അവസ്ഥയോടും കൂടിയവനുമായിരിക്കുന്ന ധ്യാനയോഗത്തിലിരിക്കുന്നവൻ, ആ ധ്യാനയോഗം ദുഃഖ നിവർത്തകമായി ഭവിക്കുന്നു, ദുഃഖത്തിനെ ഇല്ലാതെയാക്കുന്നു എന്നാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് ഒരേ പോർഷൻ വേണമെങ്കിൽ എടുക്കാം. യുക്താഹാരവിഹാരസ്യ, മിതമായ ആഹാരവിഹാരം. വിഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. ഈ വേദാന്തത്തിൽ അങ്ങനെ ചില ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന അർത്ഥം ആയിക്കോളണമെന്നില്ല. അപ്പോൾ ആഹാരം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആണ് ആഹാരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആഹാരം എന്ന് വെച്ചെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ എടുക്കുന്നത് അകത്തേക്ക് എടുക്കുന്ന എല്ലാം ആഹാരമാണ്. മനസ്സിലായോ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന്, ഒന്നുകൂടി പറയാം,
ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ അകത്തേക്കെടുക്കുന്ന പ്രക്രിയ ആഹാരം എന്ന് പറയുന്നു. കാണുന്നു, കേൾക്കുന്നു, തൊടുന്നു, മണക്കുന്നു, ഇതെല്ലാം ആഹാരമാണ്. അപ്പോൾ ആ ആഹാരം, വിഹാരം, റിക്രിയേഷൻ, അതിൻ്റെ റെസ്പോൺസ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പോൺസ്, അതിനെയാണ് വിഹാരം എന്ന് പറയുന്നത്. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഔട്ട്ഫ്ലോവും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കുള്ള ഇൻഫ്ലോവും, ഇതാണ് ആഹാരവും വിഹാരവും എന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ആഹാരവിഹാരങ്ങളിൽ മിതമായ പ്രക്രിയ, ഇത് രണ്ടും മിതമാക്കാൻ അർത്ഥം. ഈ ശ്ലോകം ശരിക്കും പറഞ്ഞാൽ ധ്യാന മെഡിറ്റേഷനെ കുറിച്ച് പറയാനാണ് ഭഗവാൻ ഇവിടെ മുതിരുന്നത്. ഒരു മെഡിറ്റേഷൻ സീറ്റിൽ ഒരാൾ ചെന്നിരിക്കുമ്പോൾ, ധ്യാനത്തിലിരിക്കുമ്പോൾ എന്തായിരിക്കണം ചുറ്റുപാടുകളും അയാളുടെ സ്വന്തം ഡിസിപ്ലിനും എന്തായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഭഗവാൻ വർണ്ണിക്കുന്നത്. ഒരു എന്താ പറയുക, ഈ ഡയറ്റീഷ്യൻസിനൊക്കെ വേണ്ട ഒരു കാര്യമാണത്. നമ്മളുടെ ലൈഫ് പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ 4 വരികളിൽ ഭഗവാൻ ഇവിടെ പറയുന്നത്. എത്ര വൈഡായിട്ടുള്ളൊരു സ്പെക്ട്രാണ് ഭഗവാൻ കവർ ചെയ്യണം നോക്കൂ. യുക്താഹാര വിഹാരസ്യ, മിതമായ ആഹാരം വിഹാരവുമായിട്ട്, യുക്തചേഷ്ടസ്യ കർമ്മസു, യുക്തചേഷ്ടസ്യ കർമ്മസു, കർത്തവ്യകർമ്മങ്ങളിൽ നിയതമായ ചേഷ്ട എന്നുവെച്ചാൽ മോഡറേഷൻ. നമ്മളുടെ ബിഹേവിയറിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ദർ ഷുഡ് ബി എ മോഡറേഷൻ. ചിലവർ കർമ്മം ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഭയങ്കര എക്സൈറ്റഡ് ആവും, ആകപ്പാട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ പ്രാന്തനാവും. അതേസമയത്ത് ചിലർ ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഒരു സാമട്ട്. പണ്ട് നമ്മുടെ കാരണന്മാർ പറയും, പിള്ളേരോട് കാലത്ത് എണീറ്റിട്ട് കുറച്ച് ഉമിക്കരി പല്ല് തേക്കാൻ എടുത്തു കൊണ്ടുവാടാ എന്ന് പറഞ്ഞാൽ അവൻ എടുത്തു കൊണ്ടുവരണ കണ്ടാൽ അവൻ്റെ ക്യാരക്ടർ പുസ്തപ്പെടുത്താന്നാണ് പറയാം. ചിലരാണെങ്കിൽ അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് ഓടി ചാടി പോയിട്ട് ആ ഉമിക്കരിയിട്ടുള്ള കലമൊക്കെ താഴത്തേക്ക് തട്ടി ഉടച്ച് അവിടെ എല്ലാവരും തട്ടി ബഹളം കൂട്ടി ആകെ ഒരു കശപിശയാക്കിയിട്ട് അവൻ കൊണ്ടുവരിക. ചിലരോ പറഞ്ഞു മെല്ലെ നടന്ന് അവിടെ എത്തി കലത്തിൻ്റെ ഉള്ളിൽ മെല്ലെ കൈയിട്ട് ഉറക്കം തൂങ്ങി, അങ്ങനെ ചിലവരുണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് മിതമായിട്ട് കൊണ്ടുവരുന്ന ചിലവരുണ്ട്. പറഞ്ഞാൽ കേൾക്കുക, മെല്ലെ നടന്നു പോവുക, എവിടെയാ സാധനം ഇരിക്കണ വെച്ചാൽ അങ്ങോട്ട് പോവുക, അവിടുന്ന് മെല്ലെ എടുത്ത് സാധനം അവിടെ വെച്ച് അതൊരു പ്ലാവിലയിലോ അല്ലെങ്കിൽ ഒരു ഇലക്കഷ്ണത്തിലോ ഒന്നും നല്ലോണം പൊതിഞ്ഞ് തിരിച്ച് മെല്ലെ കൊണ്ടുവന്ന് കാരണപ്പാട്ടിന് കൈ കൊടുക്കുക. അതാണ് മിതമായിട്ടുള്ള എന്താ പറയുക, കർത്തവ്യകർമ്മങ്ങളിൽ നിയതമായ ചേഷ്ട അനുഷ്ഠിക്കുക. അതാണ് മോഡറേഷൻ ഇൻ ഓൾ വാട്ട് യു ഡു. അപ്പോൾ ഇത്ര വൈഡായിട്ട് പോകുന്നു സ്പെക്ട്രം. ആഹാരവിഹാരങ്ങളിൽ മിതമായത്, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു, കർമ്മത്തിൽ ചേഷ്ടത, യുക്തചേഷ്ടത. യുക്ത മീൻസ് അപ്രോപ്രിയേറ്റ്, യുക്ത മീൻസ് അപ്രോപ്രിയേറ്റ് എന്നാണ് അർത്ഥം. moderate, not too much, not too low. യുക്ത സ്വപ്നാവബോധസ്യ, സ്വപ്നവും അവബോധവും മീൻസ് സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് സ്റ്റേറ്റ്. ഇത് രണ്ടും തിട്ടപ്പെടുത്തണം. എത്ര ഉറങ്ങണം, എത്ര ഉണർന്നിരിക്കണം. നോക്കൂ, ലൈഫ് സ്റ്റൈൽ അല്ലേ ഇത്. എത്ര മണിക്കൂർ ഉറക്കം വേണം, എത്ര മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കണം. നമ്മളുടെ പ്രവൃത്തികളുടെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ചലനം എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ഇന്ദ്രിയങ്ങൾക്ക്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ.
എത്ര എത്ര ഉറങ്ങണം, എത്ര ഉണർന്നിരിക്കണം, വാട്ട് ഈസ് ദ ടൈമിങ്. അങ്ങനെയുള്ളൊരു യോഗി ഭവതി ദുഃഖം. ദുഃഖ അഹം മീൻസ് കളയ. ദുഃഖ എന്ന് വെച്ചാൽ ദുഃഖത്തെ നിവർത്തിക്കുന്നവൻ നഷ്ടം. ദുഃഖത്തെ നിവർത്തിപ്പിക്കുന്നവനായി ഭവിക്കുന്നു. ഭവതി ദുഃഖ. ഭവതി മീൻസ് ഭവിക്കുന്നു. ആര്? യോഗി. ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കുന്ന യോഗി അവനൊരു കാലത്തും ഒരു സോറോ എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്ന്. ലുക്ക് അറ്റ് ദ വിഷൻ. മെഡിറ്റേഷനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു വൈഡ് സ്പെക്ട്രം പറഞ്ഞിട്ടുണ്ട്. ഹോൾ ലൈഫ് സ്റ്റൈലാണ് അതിൽ പാക്ക് ചെയ്തിരിക്കുന്നത് ശ്ലോകത്തിൽ. എന്തൊരു ശ്ലോകമാണ്! ഏത് ലിറ്ററേച്ചറിൽ അങ്ങനെ ഒരു കംപ്രസ്ഡ് ഐഡിയ? സാധാരണ നമ്മൾ സൂത്രങ്ങളിലൊക്കെയാണ് അങ്ങനെ കാണുക. സൂത്ര മീൻസ് വെരി വെരി സിമ്പിൾ ലുക്കിംഗ് വേർഡ്സ് ബട്ട് ഹാവ് ഡീപ്പർ മീനിങ്. ഇറ്റ് എക്സ്പ്ലോഡ്സ്. The meaning explodes from the words. പറഞ്ഞ പോലെ സ്റ്റാൻസ് എന്ന് മീനിങ് എക്സ്പ്ലോഡ്സ്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ. സ്വപ്നം എത്ര? ഉറക്കം. സ്വപ്നം മീൻസ് ഉറക്കം. അവബോധം മീൻസ് വേക്കിംഗ് സ്റ്റേറ്റ്. ഇതൊക്കെ എത്ര വേണമെന്ന് നിശ്ചയിക്കുന്നു. കർമ്മസു യുക്ത. കർമ്മത്തിലുള്ള ചേഷ്ടത, ആഹാരവിഹാരങ്ങളിലുള്ള ചേഷ്ടത, സ്വപ്ന അവബോധത്തിലുള്ള ശ്രേഷ്ഠത. ഈ മൂന്ന് ചുറ്റുപാടുകളിലും മിതമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഓപ്റ്റിമമായിട്ടുള്ളൊരു റെസ്പോൺസും നമ്മളുടെ ബിഹേവിയർ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് യോഗ, അങ്ങനെയുള്ളൊരു യോഗ ഭവതി ദുഃഖ, ദുഃഖത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയും. ദുഃഖ ഭവതി. ഇതാണ് ഈ ശ്ലോകത്തിലെ സാമാന്യമായിട്ടുള്ള അർത്ഥം പറയുന്നത്. തമ്പുരാൻ്റെ തർജ്ജമയിലേക്ക് നോക്കി കിടക്കുക. സംസ്കൃത ശ്ലോകം ഒന്നുകൂടി വായിക്കാം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേഷനിലേക്ക് പോയാൽ ആ ഭാഷ ഒന്നും കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ അർത്ഥം നമുക്കൊന്നുകൂടി നോക്കൂ. യുക്താഹാരവിഹാരസ്യ, മിതമായിട്ടുള്ള ആഹാരം വിഹാരവും, യുക്തചേഷ്ടസ്യ കർമ്മസു, കർത്തവ്യകർമ്മങ്ങളിൽ നിയതമായിട്ടുള്ള ചേഷ്ടതരം, യുക്തസ്വപ്നാവബോധസ്യ, നിദ്രാവസ്ഥയിലും ജാഗ്രത അവസ്ഥയിലും നിയതമായവൻ. നോട്ട് ടൂ മച്ച് ഓഫ് സ്ലീപ്പിംഗ്, നോട്ട് ടൂ മച്ച് ഓഫ് വേക്കിംഗ്. കാരണം ഇതിനൊന്നും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്കൂർ ഉണരണം, ഇതൊക്കെ ഇറ്റ്സ് ലെഫ്റ്റ് ഓപ്പൺ. ബിക്കോസ് ഇതൊക്കെ ഓരോരോ വ്യക്തികളുടെയും അവരുടെ ചുറ്റുപാടും അവരുടെ സന്ദർഭം വെച്ചുണ്ടാവുന്നതാണ്. ആ സന്ദർഭത്തിൽ what is most appropriate, what is optimum, we have to do. അപ്പോൾ അതാണ് യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗ ഭവതി ദുഃഖ. അതാണ് അർത്ഥം. മനസ്സിലായില്ലേ? നമുക്ക് ശ്ലോകത്തിൽ മലയാളത്തിലേക്ക് കിടക്കാം. ഒത്താഹാരവിഹാരത്തോടൊത്ത കർമ്മക്രമത്തോടും ഒത്തുറങ്ങിയുണർന്നോനും യോഗം ദുഃഖം കെടുക്കുമേ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. ഒത്താഹാരവിഹാരത്തോടൊത്ത കർമ്മക്രമത്തോടും. ഇവിടെ ആ വാക്ക് നോക്കൂ, തമ്പുരാൻ്റെ തർജ്ജമ. ഒത്ത ആഹാരം, ഒത്ത വിഹാരം, ഒത്ത കർമ്മം, ഒത്ത ഉറക്കം, ഒത്ത ഉണറില്ല. ഒത്ത എന്നുള്ള വാക്കാണ്. ഒത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മലയാളത്തിൽ? ഒത്തത്, അപ്രോപ്രിയേറ്റ്. അതായത് നേരത്തെ പറഞ്ഞു, അപ്രോപ്രിയേറ്റ്.
ഒത്താഹാരം, അവനവന് ഒത്താഹാരം കഴിക്കുക. നോൺ വെജിറ്റേറിയൻ പാടില്ല, വെജിറ്റേറിയനെ പാടുള്ളൂ. ഇതൊക്കെ ദിസ് ഓൾ മാൻ മെയ്ഡ്. നിനക്ക് നോൺ വെജിറ്റേറിയൻ ആണോ അണ്ടർ ദ സിറ്റുവേഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഒത്തത്, അപ്രോപ്രിയേറ്റ് ആണ്. യുക്ത വാക്കിന് ഒത്ത എന്നുള്ളത് എന്തൊരു ട്രാൻസ്ലേഷനാണ് നോക്കും. ആ ഡീപ്പർ മീനിങ് അങ്ങനെ ഒപ്പിയെടുത്തിട്ടല്ലേ തമ്പുരാൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗാ ഭവതി ദുഃഖഃ എന്ന് പറയുമ്പോഴേക്കും ഒത്താഹാരവിഹാരത്തോടൊത്ത കർമ്മക്രമത്തോടും ഒത്തുറങ്ങിയുണർന്നോനു യോഗം ദുഃഖം കെടുക്കുമേ. അപ്പോൾ ഒത്ത ആഹാര വിഹാരത്തോടിരിക്കുന്നവൻ യുക്തചേഷ്ടസ്യ കർമ്മസു, ഒത്ത കർമ്മക്രമത്തോടും, കർമ്മത്തിലെ ക്രമം അവിടെ കണ്ടോ, കർമ്മത്തിലെ ക്രമം, ചേഷ്ടസ്യ കർമ്മത്തിലെ ക്രമം, ദി ഓർഡർ ഇൻ വിച്ച് യു ഡു ദി കർമ്മ. ഒരു ക്രമമില്ലേ, ദിസ് എ മെത്തേഡ് ഇൻ മാഡ്നസ് എന്ന് പറയില്ലേ. ഒത്തുറങ്ങിയുണർന്നോനും, ഒത്തുറക്കം, ഒത്തുണർച്ച. ചില ദിവസം 4 മണിക്കൂറാവും ഒത്തുറക്കം, ചില ദിവസം 6 മണിക്കൂറാവും. ദാറ്റ് യു ഡിസൈഡ് ഇൻ്റലിജൻ്റ്ലി. അവനോ യോഗം ദുഃഖം കെടുക്കുമേ. ഇങ്ങനെ ജീവിതശൈലി തിട്ടപ്പെടുത്തി നടക്കുന്ന ഒരാൾക്ക് അവനനുഭവിക്കുന്ന ആ യോഗ, ആ മെഡിറ്റേഷൻ, അല്ല യോഗ ദുഃഖം കെടുക്കുമേ. യോഗ ഭവതി ദുഃഖഃ എന്നുള്ളതിന് ദുഃഖം കെടുക്കുമേ എന്ന് പറയാൻ കാരണം. തർജ്ജമ നോക്കും, ലുക്കറ്റ് ആ ഒരു ഭംഗിയോട് കൂടിയിട്ടുള്ള തർജ്ജമ ഒന്ന് ആസ്വദിക്കൂ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗാ ഭവതി ദുഃഖഃ. എത്ര വായിച്ചാലും മതിയാവുക. ഒത്താരവിഹാരത്തോടൊത്ത കർമ്മക്രമത്തോടും ഒത്തുറങ്ങിയുണർന്നോനു യോഗം ദുഃഖം കെടുക്കുമേ. അപ്പോൾ അതാണ് 17ാമത്തെ ശ്ലോകം. 17ാമത്തെ ശ്ലോകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ധ്യാനയോഗത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് 20ാമത്തെ ശ്ലോകമാണ്. മനസ്സിനെ നിയന്ത്രിച്ച് മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് അർജുനനോട്. വാട്ട് ഈസ് മെഡിറ്റേഷൻ? കൺട്രോളിങ് ഓവർ ദ സെൻസ് ഓർഗൻസ്, the influence of the sense objects should be reduced on your sense organs. The sense organs should be under the control of the mind. Mind should be under control of the intellect. And mind is under the control of the intellect. The agitations will reduce. Lesser the agitations, clearer the mind. Clearer the mind, greater the reflection. ഈ തത്വമാണ് ഭഗവാൻ അർജുനനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് 2-3 ശ്ലോകങ്ങളിൽ. ഇരുപതാമത്തെ ശ്ലോകം നമുക്കെടുക്കാം. 20ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. 17, 18, 19, 20. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ജൈവാത്മനാത്മാനം പശ്യന്നാത്മന്യതിഷ്ഠതി. ഒന്നുകൂടി വായിക്കാം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യസ്യാത്മന്യതുഷ്ട്യസി. അതായത് യോഗ അഭ്യാസം കൊണ്ട്, യോഗാഭ്യാസം എന്ന് വെച്ചെങ്കിൽ ഈ മലയാളത്തിലെ അഭ്യാസം എന്നുള്ള വാക്കെടുക്കരുത്. യോഗാഭ്യാസം എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും തല താഴ്ത്തി കാല് പൊക്കി ഉടലൊക്കെ അങ്ങനെ വളച്ച് എല്ലും കോലുമായിട്ടുള്ള ആ അഭ്യാസമൊന്നും അല്ല അവിടെ. യോഗാഭ്യാസം പ്രാക്ടീസിങ് ദി ആർട്ട് ഓഫ് യൂണിയൻ, യുജ് ടു ജോയിൻ, ദാറ്റ് യോഗ, ദാറ്റ് യുക്ത, ദാറ്റ് അപ്രോപ്രിയേറ്റ്നെസ്. അപ്പോൾ യോഗ അഭ്യാസം കൊണ്ട്
വിവിധ വിഷയങ്ങളിൽ നിന്ന് വിവിധ വിഷയങ്ങളെന്ന് പറയുമ്പോൾ എന്താ അറിയാലോ? കാഴ്ച, മണം, സ്വാദ്, സ്പർശം, ശ്രവണം, ഇതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പോൾ യോഗാഭ്യാസം കൊണ്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കപ്പെട്ടിരിക്കുന്ന മനസ്സ്, അതിൽ നിന്ന് റിലീവായിട്ടുള്ള മനസ്സ്, സെൻസ് ഓർഗൻസിനെ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും ത്വക്കിനെയും ചെവിയും പോ, കാഴ്ചയുടെ പിന്നാലെ പോ, മണത്തിൻ്റെ പിന്നാലെ പോ, സ്വാദിൻ്റെ പിന്നാലെ പോ, സ്പർശത്തിൻ്റെ പിന്നാലെ പോ, ശ്രവണത്തിൻ്റെ പിന്നാലെ പോ. ഇന്ന് കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ചെവിക്കും ഇത് ആസ്വദിക്കാൻ ആസക്തി ഉണ്ടായിട്ടില്ല. മനസ്സിൻ്റെ ആസക്തി കൊണ്ട് ഹീ സെൻഡിങ് ദ എറൻഡ് ആസ് ഹി സെർവൻസ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നിട്ടുള്ള സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, ഈ സെൻസ് ഓർഗൻസിനെ സെൻസ് ഓബ്ജക്ട്സിലേക്ക് മനസ്സാണ് അയക്കുന്നത്. അപ്പം മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇവനെ ഈ ഇഡ്ലിയും ദോശയും മേടിക്കാൻ പറഞ്ഞയക്കണത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. ഒരു 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 10 രൂപയ്ക്കൊരു പൊക്കോട മേടിച്ചു വാടാ, 4 ഉഴുന്നോടെ മേടിച്ചു വാടാ, 10 പരിപ്പോടെ മേടിച്ചു വാടാ, ഒരു കുപ്പി സെൻറ്റ് മേടിച്ചു വാടാ, ഇതൊക്കെ നിൽക്കും. ഇതൊക്കെ എന്താ? മനസ്സിൻ്റെ സ്വഭാവം കൊണ്ടാണ് പറയുന്നത്. മൈൻഡ് വാണ്ട്സ് ഇറ്റ്. കണ്ണിനാവശ്യമില്ല, മൂക്കിനാവശ്യമില്ല, ത്വക്കിനാവശ്യമില്ല, പരിപ്പോടെ നാവിനാവശ്യമില്ല. ബട്ട് മൈൻഡ് ബിഹൈൻഡ് ദ ടങ്, ഹീ വാണ്ട്സ് ടു എൻജോയ്. Therefore he is sending out ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ പുറത്തേക്ക് വിടും. അവർ മനസ്സിൻ്റെ ആജ്ഞകൾ കേട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റാൻ മൂളിയിട്ട് നിൽക്കും. അതിനെ നിയന്ത്രിച്ച് ട്രൈ ടു കൺട്രോൾ ദാറ്റ്, റെഡ്യൂസ് ദാറ്റ് ടു ദി അപ്രോപ്രിയേറ്റ് ലെവൽ. യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തബോധ അവബോധ യുക്ത സ്വപ്നാവബോധസ്യ. സ്ലോലി കൺട്രോൾ യുവർ സെൽഫ്. അങ്ങനെയുള്ളൊരു മനസ്സ് ഏതൊരവസ്ഥയിൽ ഉപശമത്തെ പ്രാപിക്കുന്നുവോ, ഉപശമത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചെങ്കിൽ പീസ്, മനസ്സിന് സമാധാനത്തെ പ്രാപിക്കുന്നുവോ, അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സുകൊണ്ട് ആത്മാവിനെ തന്നെ കാണാൻ പറ്റുന്നു. നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നതെല്ലാം എൻലൈറ്റൻഡ് ഓബ്ജക്ട്സ്, എൻലൈറ്റൻഡ് തോട്ട്സ്, എൻലൈറ്റൻഡ് എമോഷൻസ് അല്ലേ? ജസ്റ്റ് തിങ്ക്, പ്ലീസ് തിങ്ക്. നമ്മളുടെ ജീവിതത്തിൽ അനുഭവം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓബ്ജക്ട്സ്, എമോഷൻസ് ആൻഡ് തോട്ട്സ്. നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഓബ്ജക്ട്സ്, എ വൈഡ് സ്പെക്ട്രം ഓഫ് ഓബ്ജക്ട്സ്, എ വൈഡ് സ്പെക്ട്രം ഓഫ് എമോഷൻസ്, എ വൈഡ് സ്പെക്ട്രം ഓഫ് തോട്ട്സ്. The thoughts are purely internal, objects are purely external, emotions are both internal and external. നമുക്ക് എമോഷൻസ് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ലവ്, ഹേറ്റ്രഡ്, ജലസി, ഇതൊക്കെ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും ധാരാളം, ഇല്ലേ? അപ്പോൾ എമോഷൻസ് ഹാവ് ടു-വേ ട്രാഫിക്. ഓബ്ജക്ട്സ് ആർ ഓൾവേസ് ഔട്ട്സൈഡ്, തോട്ട്സ് ആർ ഓൾവേസ് ഇൻസൈഡ്. You won't get a thought from outside. You get a thought from inside. Objects are always outside. ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊക്കെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ഫ്രം ഔട്ട്സൈഡ് ഓൺലി. സോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ആർ ഓൾ എൻലൈറ്റൻഡ് ഒബ്ജക്ട്സ്. അല്ലേ? നമ്മളൊരു വസ്തുവിനെ കണ്ടാൽ ആ വസ്തുവിനോട് നമുക്കൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആ വസ്തു ഇറ്റ്സെൽഫ് ഈസ് ഇന്നോസെൻറ്റ്, ബട്ട് യുവർ ഡിസയർ ഓൺ ദി വസ്തു ക്രിയേറ്റ്സ് എ വാല്യൂ ഫോർ ഇറ്റ്. അല്ലേ? അപ്പോൾ സംതിങ് ഇൻ us throws a flood of light on that object, and therefore I like that object.
So today what we are embracing is enlightened objects. A lot of objects we don't. Objects which are not enlightened, we are not interested. Is not? Is not? A man who is not interested in drinking is not enlightened by the bottle. The bottle is not an enlightened object for him, and therefore I don't know that. I leave it. A rose flower is enlightened object for me. To another, it is one among the million flowers in the world. To me, that rose flower brings many, many memories of young. Therefore, it's an enlightened object. So we recognize only enlightened objects, objects on which there is light. What is that light? The light is our own light. Our mind, our intellect, our desire, our vasanas, our thoughts, and ultimately our self. The energy that is spurting from inside us is the energy of the self. And it is that light of consciousness that is hitting on the objects. Similarly, it is that light which is hitting on the emotions. When somebody shows you love, you don't bother. You bother that provided you enlighten that love. So an emotion enlightened is what you are interested. A thought enlightened is what you are interested. A thought, an emotion, an object which is not enlightened by yourself is not of interest to you. Is that understood clearly? Now, when I say an object is enlightened, in that enlightened objects, there are two things. There is a light, there is an object. That object is enlightened. Now tell me, from that enlightened, simple arithmetic, from that enlightened object, if I remove the object, what remains? What remains? It is nothing but the light. Is not? Nothing but the light. Are you sure? Think. I am not forcing any idea on you. Just think intelligently, scientifically. An object is enlightened. Somebody is throwing a torch on the object, and the object is removed. When that object is removed, what is left? Light is left. Not? Keep this in mind when you read this sloka further. Yatro paramade chittam niruddham yoga sevaya yatra chaiva atmana atmanam pashyan atman nitushyadi. Let's take bit by bit meaning. Read the sloka once more. Yatra uparamade chittam, yatroparamade chittam, niruddham yoga sevaya, yatra chaiva atmanatmanam pashyan atmanitusyadi. Yatra, ഏതവസ്ഥയിലും യോഗസേവയ, യത്ര യോഗസേവയ, യോഗ അഭ്യാസത്തെ കൊണ്ട് നിരുദ്ധം, വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കപ്പെട്ടത്, നിരുദ്ധ, കൺട്രോൾഡ്. ഏതവസ്ഥയിൽ വിത്ത് എൻ എക്സസൈസ് ഓഫ് സെൽഫ് കൺട്രോൾ, യോഗാവസ്ഥയ നിരുദ്ധം, വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കപ്പെട്ട. വിഷയങ്ങൾ മീൻസ് വാട്ട് ആർ ദി വിഷയങ്ങൾ? മണം, കാഴ്ച, സ്വാദ്, സ്പർശം, ശ്രവണം. ഈ വിഷയങ്ങളിൽ നിന്ന് നിരുദ്ധം, നിരുക്ത്യ, നിരോധിക്കപ്പെട്ടിട്ടുള്ളത്, കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്
യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവ കൊണ്ട് ത്രൂ ദ സർവീസ് ഓഫ് ദ യോഗ ഉപശമനം പ്രാപിക്കുന്നുവോ, ഉപരമതേ ഉപശമനം പ്രാപിക്കുന്നുവോ, ദ മൈൻഡ് ഈസ് അറ്റ് റെസ്റ്റ്. ആ അവസ്ഥയിൽ യത്ര ച ആത്മനാ ശുദ്ധമായിട്ടുള്ള ആത്മാവ് കൊണ്ട് ആത്മാനാം ആത്മാവിനെ തന്നെ the mind is able to see yourself because the mind is not running outward. It is turned its gaze inward. So the enlightened object you have removed through niruddhya, through the process of meditation, through the process of systematic programmed living. You try to keep away the sense objects away from the mind. The enlightened object minus the object is light. So in that process, yatra chaiva atmanam, yatra chaiva ആത്മാവിൽ തന്നെ, ആത്മാനി ഏവ ആത്മാനാം ആത്മാവിൽ തന്നെ, ആത്മാനി ഏവ ആത്മാവിനെ തന്നെ, ഫ്രം the very self, able to see the self, its own glory. See God face to face എന്നൊക്കെ പറയില്ലേ, that is ultimate result of any meditation. As you withdraw your mind from the sense organs and reflect the mind on your own self, your own light inside, with a closed eye, stopping the outward gaze, sending your gaze inward to find out the inner light, the external enlightened object is of no consequence to you. Object is there. Object you are not destroying. That object is there. Object has no value to you for the time being. Because at the moment your desire is not on the object. And therefore that object is of valueless to you. And hence what remains is nothing but enlightenment. Not enlightened objects. What remains is the light. യത്ര ച ആത്മാനാം പശ്യൻ ആത്മനി തുഷ്യതി. ആത്മാന ശുദ്ധമായിട്ടുള്ള ആത്മാവ് കൊണ്ട്, ആത്മാവിനെ കൊണ്ട്. Now with whom are you seeing this? Your own light. There is no other light. Again you are going to Advaita Siddhanta. There is nobody holding a light for you. You are the light itself. You are the light casting its shadow everywhere. You are the light enlightening yourself. There is nobody other than you. Uddhared atmanatmanam. Isn't it? അപ്പോൾ എന്താ പറയുക, ആത്മാന ശുദ്ധമായ മനസ്സുകൊണ്ട് ആത്മാനാം ആത്മാവിനെ തന്നെ പശ്യൻ കണ്ട് ആത്മാവിൽ തന്നെ ആത്മാനി ഏവ തുഷ്യതി സന്തോഷിക്കുന്നു. ഹി റെവൽസ് ഇൻ വാട്ട്? ഇൻ ഹിസ് ഓൺ ലൈറ്റ്. നോട്ട് ദ ലൈറ്റ് given by somebody else, not borrowed light. Having thus stopped the outflow of light from inside my mind to the external objects of the world, external emotions of the world, external thoughts of the world, I shut down. I keep that shutter down and turn my gaze inward for a change, and then see the beauty and peace of the light that is emerging from me. And at that emergence of that light, I revel in my own light. Hitherto I used to revel in the objects because the objects are enlightened. Now I am reveling in the light. I am reveling without an object. I am reveling in my own light.
I have no objects to revel me. I am reveling in myself. That is the biggest revelation. It's like, that is the meaning of this stanza 20. Now, നമുക്ക് തർജ്ജമയിലേക്കൊന്ന് കിടക്കാം. സംസ്കൃതം കൂടി വായിക്കാം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മന്യതുഷ്യതി. യത്രോ പരമതേ ചിത്തം, യോഗം ശീലിച്ചു തടയും ചിത്തമെങ്ങുരമിപ്പതോ. യോഗം ശീലിച്ച് തടയും. യോഗ മീൻസ് നിയത, കൺട്രോൾ, എൻലൈറ്റൻഡ് കൺട്രോൾ. യോഗം ശീലിച്ചു തടയും. തടയ, ഉപരമതേ, ബ്ലോക്ക്. You put a block on the outward flow of the mad mind. Yogam shilichu tadayam chittam enguremipado. And when you fortify your mind from the outflow to the outward, then what happens? Where will the mind go? Mind will have to turn back to the intellect, which is the source of all light. Anga ആത്മാവിനെ ആത്മാവിൽ കണ്ടാത്മാവിൽ സുഖിച്ചിടും. അങ്ങ് ആത്മാവിനെ ആത്മാവിൽ കണ്ട ആത്മാവിൽ സുഖിച്ചിടും. യത്ര ചൈവാത്മനാത്മാനം പശ്യൻ ആത്മന്യ തുഷ്യതി. അങ്ങ് ആത്മാവിനെ ആത്മാവിൽ കണ്ട ആത്മാവിൽ സുഖിച്ചിടും. അങ്ങ് ആത്മാവിനെ ആത്മാവിൽ കണ്ട ആത്മാവിൽ സുഖിച്ചിടും. How words are intertwined. Forget the translation, look at the language. Forget the meaning, spiritual meaning. Look at the literature part of it. Yatra chaivatmanatmanam pashyannatmanyatushhyati. അങ്ങ് ആത്മാവിനെ ആത്മാവിൽ കണ്ട ആത്മാവിൽ സുഖിച്ചിടും. അങ്ങ് ആത്മാവിനെ ആത്മാവിൽ, അങ്ങനെ ആത്മാവിനെ ആത്മാവിൽ കണ്ട് ആത്മാവിൽ സുഖിച്ചിടും. ആത്മാവിനെ ആത്മാവിൽ കാണുക മാത്രമല്ല, ആ ആത്മാവിൽ കണ്ട് സുഖിച്ചിടും. യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മന്യ തുഷ്യതി. തുഷ്യതി, സുഖിച്ചിടും. So that's, ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം ഒന്ന് ചെല്ലാണ്ട് പറ്റില്ല. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മന്യ തുഷ്യതി. യോഗം ശീലിച്ചു തടയും ചിത്തമെങ്ങുരമിപ്പതോ. അങ്ങാത്മാവിനെ ആത്മാവിൽ കണ്ടാത്മാവിൽ സുഖിച്ചിടും. Nice stanza, അല്ലേ? Very good stanza. Okay, now അടുത്ത stanza that we chose was 22nd. ആറാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. നമുക്കൊന്ന് ഫസ്റ്റ് സംസ്കൃതം ഒന്ന് വായിക്കാതെ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭിവിചാല്യതേ. ബ്യൂട്ടിഫുൾ സ്റ്റാൻസ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭിവിചാല്യതേ. Before we go for the split up meaning, we'll try to understand the overall meaning. ഇതിൽ പറയുന്നത് ഏതൊരു ആത്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട്, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ആത്മന്യ തുഷ്യതി. അപ്പം ഏതൊരു ആത്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് പിന്നീട് അതിനേക്കാൾ വലിയൊരു സുഖമില്ല എന്ന് കണ്ടെത്തുന്നുവോ, അതിനേക്കാൾ ഒരു സുഖമില്ല എന്ന് എപ്പോൾ അറിയുന്നുവോ, ആ അവസ്ഥവിശേഷത്തിൽ ഇരിക്കുന്നവൻ, മനസ്സിലായേ,
സ്വയം ആത്മസ്വരൂപത്തിൽ പ്രാപിച്ച് having understood, not realized, having understood yourself, he gets himself convinced that there is no greater happiness than this, and there is no greater revelation than this. ഇതിനേക്കാൾ അധികമായിട്ടുള്ളൊരു സുഖം വേറെ ഇല്ല എന്ന് ബോധം വരുന്ന ഒരവസ്ഥയിലിരിക്കുന്നവന് അവന് മഹത്തായ ദുഃഖം കൂടി അവനെ ചലിപ്പിക്കുന്നില്ല. നത്തിങ് വേവേഴ്സ് ഹിം. ഈവൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ട്രാജഡീസ് ഇൻ ദ വേൾഡ്, it doesn't shake him. He is strong like a, എന്താ പറയുക, സ്ട്രോങ് റോക്ക് ഇൻ ദ മെഡിറ്ററേനിയൻ സീ എന്നൊക്കെ പറയില്ലേ. He is strong. He has already understood what the truth is. Why should he run after the untruth? So neither the tragedy nor the comedy, neither the pleasure nor the pain, nothing affects him. അതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ജനറലി അർത്ഥം പറയേണ്ടത്. യം ലബ്ധ്വാ ചാപരം ലാഭം. Now we'll go to the split up meaning. യം ലബ്ധ്വാ. യം ലബ്ധ്വ മീൻസ് ഏതൊരു ആത്മസ്വരൂപത്തിനെ ലഭിച്ചിട്ടാണോ, യം ലബ്ധ്വാ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ, ആത്മന്യ തുഷ്യതി. യം ലബ്ധ്വാ തത അതിലും മേലെ അപരം അധികം ലാഭം. മറ്റൊന്നിന് ഇതിനേക്കാൾ അധികം പ്രയോജനമായിട്ട് ഉണ്ട് എന്നുള്ളത് ന മന്യതേ, ഞാൻ വിചാരിക്കുന്നില്ല. ആര് വിചാരിക്കുന്നില്ലയോ? യാതൊരു ആത്മസ്വരൂപത്തെ ലഭിച്ചിട്ട് ആ ലഭിച്ച ആത്മസ്വരൂപത്തിനേക്കാൾ വലുതായിട്ട് വേറൊന്നില്ല എന്നുള്ളൊരറിവ് സമ്പാദിക്കുന്നുവോ, യസ്മിൻ ച സ്ഥിത, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആരാണോ ഇരിക്കുന്നവൻ അവന് ഗുരുണ മഹത്തായ ദുഃഖം ന അപി, ദുഃഖത്തിനായി കൂടി ന വിചാല്യതേ, അവനെ വ്യതിചലിപ്പിക്കുന്നില്ല എന്നർത്ഥം. യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. വിചാല്യത മീൻസ് വേവറിങ്. വിചാല്യതേ ഷെയ്ക്സ് ഹിം. നത്തിങ് ഷെയ്ക്സ് ഹിം എന്നർത്ഥം. അൺഷേക്കൺ. യം ലബ്ധ്വാ, ഏതൊരു ആത്മസ്വരൂപത്തിലെ ലഭിച്ചിട്ട് തത അതിനെക്കാട്ടിൽ അപരം അധികം ലാഭം, അതിലും അധികം വേറൊന്നിനുണ്ട്, വേറൊന്നിന് ഇതിനേക്കാൾ കൂടുതൽ പ്രയോജനമുണ്ട് എന്ന് ന മന്യതേ, വിചാരിക്കുന്നില്ലയോ. യസ്മിൻ ച സ്ഥിത, ആ സ്ഥിതിയിൽ എത്തിച്ചേരുന്നവൻ ഗുരുണ മഹത്തായ ദുഃഖേന അഭി, ദുഃഖത്തിനാൽ കൂടി ന വിചാല്യതേ, ചലിക്കപ്പെടുന്നില്ല. ശ്ലോകം മനസ്സിലായില്ലേ? സംസ്കൃതം ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ മലയാളം തമ്പുരാൻ്റെ തർജ്ജമയിലേക്ക് കിടക്കുക. എന്തേറ്റാൽ അതിലും മേലെ ലാഭം മറ്റൊന്നു തോർത്തിടാ. നോക്കൂ, എന്തേറ്റാൽ എന്ത് കിട്ടിയാലാണോ, എന്തേറ്റാൽ അതിലും മേലെ, about to that, anything other than that, അതിലും മേലെ ലാഭം മറ്റൊന്നും ഓർത്തിടാ. There is no ലാഭം other than this, greater than this. Other than this അല്ല, there is no ലാഭം greater than this.
ഇതിനേക്കാൾ മഹത്തായിട്ടുള്ളൊരു സ്ഥാനമില്ല. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേസ് വെയർ ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഓൾ ടൈംസ്. ബട്ട് മൈ പ്രാരബ്ധം വിൽ നോട്ട് അലൗ മീ. ദേ പുൾ മീ ബാക്ക്. I go, again I come, again I go. This is the exercise. But in that few rare moments in my life, I realize that this is the highest glory that I can ever get. Nothing else is more glorified than this. എന്തേറ്റാൽ അതിലും മേലെ ലാഭം മറ്റൊന്നും ഓർത്തിട, അതിൽ നിന്നൊൻ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നവൻ പെരുത്തിയിടും ദുഃഖത്താലും ചലിച്ചിടാം. പെരുത്തിയിടും എന്നുള്ള ഇതിനാണ് ഗുരുണാഭി. ഗുരുണ മീൻസ് വളരെ എന്താ പറയുക, ഗഹനമായിട്ടുള്ളത് അർത്ഥം. ഗുരുണ മഹത്തായിട്ടുള്ളത്. മഹത്ത മീൻസ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഗുരുണ എന്ന് വെച്ചാൽ മഹത്വമായ മഹത്ത. ഏറ്റവും വലിയ ദുഃഖം പോലും പെരുത്തിയിടും ദുഃഖത്താലും ചലിച്ചിട. ഏറ്റവും വലിയ ദുഃഖം വന്നാലും, ഇമാജിൻ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗ്രീഫ് ദാറ്റ് യു ക്യാൻ എവർ ഹാവ് ഇൻ യുവർ ലൈഫ്. ഈവൻ ഇഫ് ദാറ്റ് കംസ് ടു മീ, അൺഫോർച്ചുനേറ്റ്ലി, I am not shaken. I am firm in my seat of meditation. എനിക്കതിനപ്പുറത്തൊരു സുഖമില്ല. I have no pleasure greater than this. And all other dukhams are nothing before that. അതാണ് എന്താ പറയുക, ഗുരുണാഭി ദുഃഖേന ഗുരുണാഭി അപ്പി ഗുരുണാഭി. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി ദാറ്റ് ക്യാൻ ബിഫോൾ ഓൺ യു, വിചാല്യതേ, നെവർ ഷേക്കൺ. I am never shaken. Nothing in this world is strong enough to shake me. Look at that. That is a courageous man. That is a man of, അതാണ് വിവേകാനന്ദൻ പറയുന്നത്. ബി ഫിയർലെസ്. ഇൻട്രപ്പിഡിറ്റി. ബി ഫിയർലെസ്. ഭക്തന്റെ ഒരു ലക്ഷണമാണ് ഫിയർലെസ്നെസ്. മനസ്സിലായില്ലേ? ഗോഡ് റിയലൈസേഷൻ്റെ ഒരു ലക്ഷണമാണ് ഫിയർലെസ്നെസ്. ഐ ആം നോട്ട്, ഫോർ വാട്ട് ഐ എം വറീഡ്? ഫോർ വാട്ട്? ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇൻ മൈ ലൈഫ് വിൽ നോട്ട് ഷേക്ക് മീ. What are you waving a blade of grass at me? No. ഏതേറ്റാൽ അതിലും മേലെ ലാഭം മറ്റൊന്നും ഓർത്തിടാ, അതിൽ നിന്നൊൻ പെരുത്തിയിടും ദുഃഖത്താലും ചലിച്ചിടാ അൺഷേക്കൺ. അപ്പോൾ 22 നിന്ന് നിർത്താം നമുക്ക്. 22nd. The next stanza ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, but that was 28, but that we will, I think it is അടുത്ത 26 അടുത്ത ആഴ്ച എടുക്കും. Anyway, whatever it is. Today we will now stop at 22nd. So we have now covered 17, 20 and 22. Next is 26th stanza, that we will take it into അടുത്ത ആഴ്ച. So today 3 stanzas covered. That's good enough. Nearly 50 minutes. That's fine going. So then good luck to all of you. Remain in your seat of eternal peace. Let us see how long we can remain there and enjoy the peace within. Okay, right. So Hari Om to all of you. Om Purnamada Purnamidam Purnat Purnamudachyate Purnasya Purnamadaya Purnamevavashishyate. Om Shanti Shanti Shanti. Hari Om Tat Sat.